വിനോദ ഇനി ഒന്ന് സമാധാനിക്കുക. സെറീനറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത്. ഓറൊന്നിങ്ങ് എത്തട്ടെ. എടാ, ഡീസൻ്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റിയ തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടൊന്നുമല്ലോ ഞാൻ. അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടം. ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞ് മതിലും ചാടി ഓളുടെ അടുത്തെത്തിയപ്പോൾ ടേബിൾ ലാമ്പ് കത്തിച്ച് വെച്ച് അട്ട നോക്കിയിരിക്കുന്നു. അപ്പം ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കാന്ന്. അപ്പം എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ടേബിൾ ലാമ്പും കത്തിച്ച് വെച്ചിരിക്കേണ്ട ആവശ്യം തോൾക്ക് വല്ല ഡിക്റ്റേറ്റീവിലും വായിച്ചിരിക്കുമായിരിക്കും. അന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. ഓ, എനിക്കൊക്കെ സുഖല്ലേ. ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഒരു ഇംതിഹാസം അവന്റെ അമ്മൂമ്മയുടെ 6 പാക്കും. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? നേരത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓളോട് ചാടിക്കടിക്കാനും ദേഷ്യപ്പെടാനും എനിക്കെന്താണ് അവകാശമുള്ളത്? ഇതുവരെ എന്നോടെന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് പറയോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിളയിൽ ഒരുത്തം മാത്രമാണ് നീ. മുസ്തഫി അബ്ദും പറഞ്ഞാണ് ശരി, നീ ഓളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഠിപ്പിലും അറിവിലും മതത്തിലും പെരുമാറ്റത്തിലും എല്ലാം. സ്വയം തരം താഴാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വായിൽ തോന്നുന്നൊക്കെ നിനക്ക് ഓളോട് വിളിച്ചു പറയാം. അതല്ല, മാന്യതയുടെ ഒരു അംശമെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഓളോളെ പാട്ടിന് വിട്ടേക്ക്. ചേരാൻ അർഹതയുള്ളത് തമ്മിൽ ചേരട്ടെ. ഐഷയോട് ഞാനൊന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചെങ്കിലും മനോജ് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്താ? എൻ്റെ ബൈക്കൊന്ന് വേണം ഐഷൻ്റെ കോളേജ് വരെ പോവാൻ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇനി പറഞ്ഞെല്ലാം ശരിയാ, ചേരാൻ അർഹതയുള്ളവർ തമ്മിലേ ചേരൂ. പക്ഷേ മനസ്സിനെടുത്ത് കളയുന്നതിന് മുമ്പ് എന്നെ കോള ഒരു പ്രാവശ്യം കൂടി കാണണം. അത് സംശയമൊന്നുമില്ല. എന്ത് വേണം? എനിക്ക് ഐഷേനൊന്ന് കാണണം. വിനോദ്, മനസ്സിൽ ആഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ടി ജീവിക്കുന്ന സ്ത്രീകളെ അടുത്തെറിഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് വിനോദിനോടത് പറയാൻ തീരുമാനിച്ചത്. എനിക്കിഷ്ടമാണ്. കളങ്ങളിൽ അക്ഷരങ്ങൾ ഒളിപ്പിച്ചപ്പോഴും ഓഡിറ്റോറിയത്തിൽ വെച്ച് തട്ടമിടാൻ പറഞ്ഞപ്പോഴും സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോഴും ശല്യം ചെയ്തവരെ ശകാരിച്ചപ്പോഴും മതിൽ ചാടി വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ജാതി, മതം, ജീവിതം, ചുറ്റുപാട് ഒന്നും എനിക്കറിയില്ല. പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിൻ്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. പോയിട്ട് എന്തായി? അവള് ഐ ലവ് യു എന്ന് പറഞ്ഞു. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്ര. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഇംതിയാസും മാങ്ങാത്തുരിയൊക്കെ വെറുതെ ആയിരുന്നല്ലേ? ആ ചെക്കൻ വെറുതെ പുളു അടിച്ചായിരിക്കും.